Add a budget and allocate funds എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് ബജറ്റ് ചേർക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ബജറ്റ് ഉണ്ടാക്കുക, ഫണ്ട്സ് കൊടുക്കുക എന്നിവ. ഈ ട്യൂട്ടോറിയൽ റെക്കോർഡ് ചെയ്യുവാൻ ഞാൻ ഉപയോഗിക്കുന്നു ഉബുണ്ടു ലിനക്സ് OS 16.04, കോഹ വെർഷൻ 16.05. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിന് നിങ്ങൾക്ക് ലൈബ്രറി സയൻസ് അറിഞ്ഞിരിക്കണം. ഈ ട്യൂട്ടോറിയൽ പ്രാവർത്തികമാക്കുവാൻ നിങ്ങളുടെ സിസ്റ്റത്തിൽ കോഹ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് കോഹയിൽ അഡ്മിൻ ആക്സസ് ഉണ്ടായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഈ വെബ്സൈറ്റിലെ കോഹ സ്പോക്കൺ ട്യൂട്ടോറിയൽ പരമ്പര കാണുക. നമുക്ക് മുന്നോട്ട് പോകാം. ബജറ്റ് എങ്ങനെ ചേർക്കാമെന്ന് മനസ്സിലാക്കാം. ആരംഭിക്കുന്നതിന് മുൻപ് ബജറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അക്വിസിഷൻസ് എന്നതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിംഗ് മൂല്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിന് ബജറ്റ് ഉപയോഗിക്കുന്നു. ഒരു ബജറ്റ് തയ്യാറാക്കുന്നതിന് മുൻപ് ഫണ്ട് ഉണ്ടാക്കണം. ഉദാഹരണത്തിന് ഇപ്പോഴത്തെ 2017 വർഷത്തിലേക്കായി ഒരു ബജറ്റ് സൃഷ്ടിക്കാം. ബുക്സ്, ജേർണൽസ്, ഡാറ്റാബേസ് തുടങ്ങിയ വിവിധ ഏരിയകൾക്കായി ഫണ്ട്സ് വിഭജിക്കുക. ദയവായി ശ്രദ്ധിക്കുക, ഒന്നുകിൽ ബജറ്റ്സ് സൃഷ്ടിക്കാവുന്നതാണ്, മുൻ വർഷങ്ങളിലെ ബജറ്റ്സ് സ്ക്രാച്ച് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ബജറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ബജറ്റ് ക്ലോസ് ചെയ്യുക. മുൻപത്തെ ട്യൂട്ടോറിയലുകളിൽ സൂചിപ്പിച്ചതുപോലെ സൂപ്പർ ലൈബ്രറിയൻ യൂസർ നെയിം ബെല്ല, അവരുടെ പാസ്വേഡ് എന്നിവയുമായി ലോഗിൻ ചെയ്യുക. കോഹ ഹോം പേജിൽ അക്വിസിഷൻസ് ക്ലിക്ക് ചെയ്യുക. ഇടതുവശത്തുള്ള ഓപ്ഷനുകളിൽ നിന്ന് ബജറ്റ്സ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ന്യൂ ബജറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഒന്നാമത്തേത്, ഈ ബജറ്റിനുള്ള സമയപരിധി തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അക്കാഡമിക് ഇയർ, ഫിസിക്കൽ ഇയർ അല്ലെങ്കിൽ ക്വാർട്ടർ ഇയർ എന്നിവയ്ക്കായി ബജറ്റ് ഉണ്ടാക്കുവാൻ കഴിയും. സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ഞാൻ സൃഷ്ടിക്കും. സ്റ്റാർട്ട്, എൻഡ് ഡേറ്റ്സ് എന്നിവ തിരഞ്ഞെടുക്കുക. സ്റ്റാർട്ട് ഡേറ്റ് 04/01/2016, എൻഡ് ഡേറ്റ് 03/31/2017 എന്നിവ തിരഞ്ഞെടുക്കുക. അടുത്തതായി ബജറ്റിന് ഡിസ്ക്രിപ്ഷൻ നൽകണം. ഇത് പിന്നീട് ഓർഡറിംഗ് സമയത്ത് തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കും. ഇവിടെ ടൈപ്പ് ചെയ്യാം സ്പോക്കൺ ട്യൂട്ടോറിയൽ ലൈബ്രറി 2016-2017 ഫേസ് 1. എമൗണ്ട് ബോക്സിൽ ഈ പ്രത്യേക ബജറ്റിനുള്ള തുക നൽകണം. സ്പോക്കൺ ട്യൂട്ടോറിയൽ ലൈബ്രറിക്കായി ഈ കാലയളവിൽ ചെലവഴിക്കുവാൻ പോകുന്ന മുഴുവൻ തുകയാണ്. ഫീൽഡ് നമ്പറുകളും ദശാംശങ്ങളും മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പ്രത്യേക ക്യാരക്ടേഴ്സും ചിഹ്നങ്ങളും അനുവദിക്കില്ല. എമൗണ്ട് കൊടുക്കുന്നത് ആ ലൈബ്രറിക്കായി അംഗീകരിച്ച ബജറ്റിന് അനുസരിച്ചായിരിക്കണം. ഇവിടെ എമൗണ്ടിൽ ഞാൻ ₹5 lakh ചേർക്കും. അടുത്തതായി മേക്ക് എ ബഡ്ജറ്റ് ആക്റ്റീവ് ക്ലിക്ക് ചെയ്യുക. അക്വിസിഷൻസ് മൊഡ്യൂളിൽ ഓർഡേഴ്സ് കൊടുക്കുമ്പോൾ ബജറ്റ് ഉപയോഗമായി മാറുന്നു. ബജറ്റ് എൻഡ് ഡേറ്റ് ശേഷം ഓർഡർ കൊടുത്താലും ഇങ്ങനെ തന്നെയാണ്. മുൻവർഷത്തെ ബജറ്റിൽ ഉണ്ടാക്കിയ ഓർഡറുകൾ രേഖപ്പെടുത്തുവാനും ഇത് നമ്മെ സഹായിക്കും. ലോക്ക് ബജറ്റിനുള്ള ചെക്ക് ബോക്സ്. അതിനർത്ഥം ഫണ്ട്സ് ലൈബ്രറി സ്റ്റാഫിന് പിന്നീട് മാറ്റം വരുത്താൻ കഴിയില്ല. ഞാൻ ഈ ചെക്ക് ബോക്സ് ശൂന്യമാക്കി വിടും. എല്ലാ എൻട്രികളും പൂർത്തിയാക്കിയ ശേഷം പേജിന്റെ ചുവടെയുള്ള സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഒരു പുതിയ പേജ് ബജറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ തുറന്നു.
ഇവിടെ പ്ലസ് ന്യൂ ബഡ്ജറ്റ് പേജിൽ നേരത്തെ ചേർത്ത വിവരങ്ങൾ നമുക്ക് കാണാം. ഈ പേജിൽ കാണാവുന്ന വിശദാംശങ്ങൾ സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്, ടോട്ടൽ എമൗണ്ട്, ആക്ഷൻസ്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ബഡ്ജറ്റ് എഡിറ്റ് ചെയ്യുവാനും ഡിലീറ്റ് ചെയ്യുവാനും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുവാനും കഴിയും. അങ്ങനെ ചെയ്യുവാൻ ബഡ്ജറ്റ് നെയിമിന് അങ്ങേ വലതുവശത്തുള്ള ആക്ഷൻസ് ക്ലിക്ക് ചെയ്യുക. അങ്ങേ വലതുവശത്തുള്ള ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ഏതെങ്കിലും ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. എഡിറ്റ്, ഡിലീറ്റ്, ഡ്യൂപ്ലിക്കേറ്റ്, ക്ലോസ് അല്ലെങ്കിൽ ആഡ് ഫണ്ട്. ഫിസ്ക്കൽ ഇയറിന് എങ്ങനെയാണ് ഫണ്ട് കൊടുക്കുക എന്ന് നമുക്ക് നോക്കാം. അതേ പട്ടികയിൽ ഫണ്ടുകൾ അനുവദിക്കേണ്ട പ്രത്യേക ബഡ്ജറ്റ് നെയിം ക്ലിക്ക് ചെയ്യുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ ലൈബ്രറി 2016-2017 ഫേസ് 1 ക്ലിക്ക് ചെയ്യുക. പുതിയ ഫണ്ട്സ് ഫോർ സ്പോക്കൻ ട്യൂട്ടോറിയൽ ലൈബ്രറി 2016-2017 ഫേസ് 1 തുറക്കുന്നു. സ്പോക്കൻ ട്യൂട്ടോറിയൽ ലൈബ്രറി 2016-2017 ഫേസ് 1 എന്നതിനു മുകളിൽ ന്യൂ എന്ന ടാബ് കണ്ടുപിടിച്ച് ക്ലിക്ക് ചെയ്യുക. ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ന്യൂ ഫണ്ട് ഫോർ സ്പോക്കൻ ട്യൂട്ടോറിയൽ ലൈബ്രറി 2016-2017 ഫേസ് 1 തിരഞ്ഞെടുക്കുക. തുറക്കുന്ന പുതിയ പേജിൽ ഇതുപോലുള്ള വിശദാംശങ്ങൾ പൂരിപ്പിക്കുക. ഫണ്ട് കോഡ്, ബുക്സ്, ഫണ്ട് നെയിം, ബുക്സ് ഫണ്ട്, എമൗണ്ട് 25,000 എന്ന് കൊടുക്കുക. വാർണിംഗ് അറ്റ് പെർസെന്റ് 10. വാർണിംഗ് അറ്റ് എമൗണ്ട് ഞാൻ നേരത്തെ തന്നെ വാർണിംഗ് അറ്റ് പെർസെന്റ് പൂരിപ്പിച്ചതിനാൽ ഈ ഫീൽഡ് ഒഴിവാക്കിയിരിക്കും. ഓണർ, യൂസേഴ്സ് എന്നിവയും ഞാൻ ഒഴിവാക്കും. ലൈബ്രറിക്ക് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സ്പോക്കൻ ട്യൂട്ടോറിയൽ ലൈബ്രറി തിരഞ്ഞെടുക്കുക. റെസ്ട്രിക്ട് ആക്സസ് ടു ഞാൻ അതുപോലെ തന്നെ വിടും. സ്റ്റാറ്റിസ്റ്റിക് 1 ഡൺ ഓൺ, സ്റ്റാറ്റിസ്റ്റിക് 2 ഡൺ ഓൺ ശൂന്യമായി വിടും. എല്ലാ വിശദാംശങ്ങളും നിറച്ചു കഴിഞ്ഞാൽ പേജിന് ചുവടെയുള്ള സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രത്യേക ലൈബ്രറിക്കുള്ള എല്ലാ ഫണ്ട് കൊടുക്കുന്ന വിശദാംശങ്ങൾ ഒരു പട്ടിക രൂപത്തിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നു. ഇടതുവശത്തുള്ള ഓപ്ഷനുകളിൽ നിന്ന് ബഡ്ജറ്റ്സ് ക്ലിക്ക് ചെയ്യുക. ഒരു ബഡ്ജറ്റ് എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെന്ന് ഇപ്പോൾ ഞാൻ കാണിക്കാം. അതിനു മുൻപേ നമ്മൾ ആദ്യം ഒരു ബഡ്ജറ്റ് എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെന്ന് പഠിക്കും. ബഡ്ജറ്റ് തുകയും ഫണ്ട്സ് തുകയും അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ളതാണെങ്കിൽ നമുക്ക് ഒരു ബഡ്ജറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാം. ഫണ്ട്സ് തുകയും സമയം ലാഭിക്കുവാൻ ലൈബ്രറി സ്റ്റാഫിനെ സഹായിക്കും. അങ്ങനെ ചെയ്യുവാൻ ബഡ്ജറ്റ് നെയിം വലതുവശത്തുള്ള ആക്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് തിരഞ്ഞെടുക്കുക. ഒരു പുതിയ പേജ് ഡ്യൂപ്ലിക്കേറ്റ് ബഡ്ജറ്റ് തുറക്കുന്നു. സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ് എന്നിവ നൽകുക. അടുത്ത വർഷത്തെ ബഡ്ജറ്റിന്റെ ഡേറ്റ് ഞാൻ കൊടുക്കും. സ്റ്റാർട്ട് ഡേറ്റ് 04/01/2017. എൻഡ് ഡേറ്റ് 03/31/2018. അടുത്തത് ഡിസ്ക്രിപ്ഷൻ. ഡിസ്ക്രിപ്ഷൻ പിന്നീട് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയണം എന്നത് ഓർക്കുക. കോഹ ഡിഫോൾട്ട് ആയി നേരത്തെ നൽകിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കാണിക്കുന്നു. പക്ഷേ ഞാൻ ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ ലൈബ്രറി 2017-2018 ഫേസ് 2 എന്ന പേര് റീനെയിം ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈബ്രറിക്ക് യോജിച്ച എന്തെങ്കിലും നൽകാം. ചേഞ്ച് അമൌണ്ട്സ് ബൈ ഫീൽഡിൽ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ നിന്നും എടുക്കേണ്ട ശതമാനം നൽകുക. അല്ലെങ്കിൽ അതേ തുക തന്നെ എഴുതുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ ലൈബ്രറിക്ക് 5 lakhs ആണ് അപ്രൂവ് ആയത് എന്ന് ഓർക്കുക. അതുകൊണ്ട് -20% to take out an amount of ₹1 lakh എന്ന് കൊടുക്കുക. അടുത്ത ഫീൽഡ് if amounts changed
round to a multiple of ആ ഫീൽഡ് ശൂന്യമാക്കി വിടും. മുന്നോട്ട് പോകുമ്പോൾ മാർക്ക് ദി ഒറിജിനൽ ബഡ്ജറ്റ് ആസ് ഇനാക്റ്റീവ് എന്ന ചെക്ക് ബോക്സ് നമുക്കുണ്ട്. അത് ചെയ്താൽ ഒറിജിനൽ ബഡ്ജറ്റ് ഇനി ഉപയോഗിക്കാനാവില്ല. വീണ്ടും ഞാൻ ഈ ചെക്ക് ബോക്സ് ശൂന്യമാക്കും. അവസാനമായി സെറ്റ് ഓൾ ഫണ്ട്സ് ടു സീറോ എന്ന ചെക്ക് ബോക്സ് നമുക്കുണ്ട്. മുൻപത്തെ അതേ ബഡ്ജറ്റിന്റെ ഫണ്ട് സ്ട്രക്ചർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യാം. പക്ഷേ ദയവായി ശ്രദ്ധിക്കുക, നിങ്ങൾ ഫണ്ട് മാനുവലായി എൻ്റർ ചെയ്യുന്നതുവരെ ഫണ്ട് അലോക്കേഷൻ നടക്കില്ല. ഇപ്പോൾ ഇതിനെ ബ്ലാങ്ക് ആയി വിടും. എല്ലാ വിശദാംശങ്ങളും നൽകിയ ശേഷം പേജിന്റെ ചുവടെയുള്ള സേവ് ചേഞ്ചസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ബഡ്ജറ്റിനുള്ള വിശദാംശങ്ങൾ സ്പോക്കൺ ട്യൂട്ടോറിയൽ ലൈബ്രറി 2017-2018 ഫേസ് 2 ബഡ്ജറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ പേജിൽ ദൃശ്യമാകുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ കോഹ സൂപ്പർ ലൈബ്രറിയൻ അക്കൗണ്ടിൽ നിന്നും ലോഗ് ഔട്ട് ചെയ്യാം. ഇത് ചെയ്യുന്നതിന് ആദ്യം വലതുകോണിലേക്ക് പോകുക, സ്പോക്കൺ ട്യൂട്ടോറിയൽ ലൈബ്രറി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ലോഗ് ഔട്ട് തിരഞ്ഞെടുക്കുക. ചുരുക്കത്തിൽ ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് ബഡ്ജറ്റ് ചേർക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ബഡ്ജറ്റ് ഉണ്ടാക്കുക, ഫണ്ട്സ് അനുവദിക്കുക. ബഡ്ജറ്റ് എന്നതിനുള്ള അസൈൻമെന്റ്: ഫിനാൻഷ്യൽ ഇയറിന് 50 ലക്ഷത്തിന്റെ ബഡ്ജറ്റ് അനുവദിച്ച് ഒരു പുതിയ ബഡ്ജറ്റ് ഉണ്ടാക്കുക. ഫണ്ടുകൾ അനുവദിക്കുന്നതിനുള്ള അസൈൻമെന്റ്: നോൺ പ്രിന്റിംഗ് മെറ്റീരിയലിന് 20 ലക്ഷം ഫണ്ട് കൊടുക്കുക. താഴെയുള്ള ലിങ്കിലെ വീഡിയോ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിനെ സംഗ്രഹിക്കുന്നു. ഇത് ഡൗൺലോഡ് ചെയ്ത് കാണുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം വർക്ക്ഷോപ്പുകൾ നടത്തി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. ഈ ഫോറത്തിൽ നിങ്ങളുടെ സമയബന്ധിതമായ ക്വറീസ് പോസ്റ്റ് ചെയ്യൂ. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിന് ഫണ്ട് കൊടുക്കുന്നത് NMEICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവരാണ്. ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ലിങ്കിലുണ്ട്. ഇത് IIT ബോംബെയിൽ നിന്നും വിജി നായർ പങ്കെടുത്തതിന് നന്ദി.